ചൂടുള്ള വാർത്ത. പകൽ വെളിച്ചത്തിൽ തിരക്കേറിയ ദേശീയ പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന ആ മാരുതി കാറിൽ നാട്ടുകാർ കണ്ടത് അസാധാരണമായ ചില അനക്കങ്ങൾ. സംശയം തോന്നി അടുത്തേക്ക് ചെന്ന് നോക്കിയ നാട്ടുകാർ കണ്ടത് അമ്പരപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. തൃശൂർ ചാലക്കുടി ക്രസന്റ് സ്കൂളിന് മുന്നിൽ നടന്ന ആ സംഭവത്തെ ഒടുവിൽ പോലീസ് അവിടെ എത്തിയപ്പോൾ പുറത്തു വന്നത് ആരും പ്രതീക്ഷിക്കാത്ത വൻ ട്വിസ്റ്റ്. നിയമത്തിന്റെ കണ്ണിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ പുറത്തു വന്ന ആ ഒരു മുഖം കണ്ട് നാട്ടുകാരും പോലീസും ഒരുപോലെ ഞെട്ടി. കഴിഞ്ഞ ജൂൺ 11 രാവിലെ കൃത്യം 11 മണിയോടെ ആയിരുന്നു സംഭവം. ചാലക്കുടി ക്രസന്റ് സ്കൂളിന് മുന്നിലെ സർവീസ് റോഡിനരികിൽ ഏറെ നേരമായി ഒരു കാർ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. വാഹനത്തിനുള്ളിൽ ഒരു പുരുഷനും യുവതിയും അനാശാസ്യത്തിൽ ഏർപ്പെടുന്നു എന്ന അസ്വാഭാവിക കാഴ്ച അവിടത്തെ അനക്തം കണ്ട് എത്തിയ നാട്ടുകാർ അത് കണ്ട ഉടനെ ഒട്ടും സമയം കളയാതെ കാർ വളഞ്ഞു. തുടർന്ന് ചാലക്കുടി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി കാറിലുണ്ടായിരുന്ന ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോഴാണ് പിടിയിലായ ആ യുവാവിന്റെ യഥാർത്ഥ അഡ്രസ് വെളിപ്പെടുന്നത്. പിടിയിലായത് സാധാരണക്കാരനല്ല, സഭയുടെയും അനാഥാലയത്തിന്റെയും ഒക്കെ ചുമതലയുള്ള ഒരു വൈദികനാണ്. എറണാകുളം ഉദയംപേരൂർ സ്വദേശിയായ 34 വയസ്സുകാരനായ വൈദികനാണ് ആലുവ കിഴക്കമ്പലം സ്വദേശിനിയായ യുവതിക്കൊപ്പം പിടിയിലായത്. ആത്മീയ വഴിയിൽ സഞ്ചരിക്കേണ്ടയാൾ, കുഞ്ഞാടുകളെ നേരെ നടത്തേണ്ടയാൾ പൊതുസ്ഥലത്ത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അശ്ലീല പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഭാരതീയ ന്യായ സംഹിതയിലെയും കേരള പോലീസ് ആക്ടിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. അതിനൊപ്പം കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആ കാറും പോലീസ് തൊണ്ടി മുതലായി കസ്റ്റഡിയിലെടുത്തു. ഇരുവരും എങ്ങനെ ഒത്തുചേർന്നു എന്നതിനെ കുറിച്ചും പോലീസിന് വ്യക്തമായ വിവരങ്ങൾ തന്നെ ലഭിച്ചു. പിടിയിലായ വൈദികൻ മഹാരാഷ്ട്രയിലെ ഒരു അനാഥാലയത്തിന്റെ ചുമതലക്കാരനാണ്. ആ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി നാട്ടിലെത്തിയ സമയത്താണ് ഇയാൾ ആലുവ സ്വദേശിനിയായ യുവതിയുമായി സൗഹൃദത്തിലാവുന്നത്. മറുഭാഗത്ത് യുവതി മലപ്പുറം ജില്ലയിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ ജീവനക്കാരിയാണ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കാണെന്നും പറഞ്ഞ വീട്ടിൽ നിന്നും ഇറങ്ങിയ യുവതി ചാലക്കുടിയിലെത്തി വൈദികനൊപ്പം ഒന്നിക്കുകയായിരുന്നു എന്ന് പോലീസിന് അന്വേഷണത്തിൽ